أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നാമുമായി ബന്ധപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമ് കേൾക്കാനുള്ള ഇരുത്തത്തെ അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിലും ഇതേപോലെ നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. അതിലെ 23 മുതൽ 25 വരെയുള്ള 3 ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തിട്ടുള്ളത്. ഈ 3 ആയത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അള്ളാഹു പറയുന്നത്. അതിലൊന്നാമത്തെ വിഷയം ഒരു വെല്ലുവിളിയാണ്. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തിട്ട് സത്യനിഷേധികളായ ആളുകളോട് അള്ളാഹു നടത്തിയ ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഇന്നും അവശേഷിക്കുന്നു. ആരും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് വെല്ലുവിളി? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ ദാസനായ, നമ്മുടെ അടിമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം ഇറക്കിക്കൊടുത്ത ഈ പരിശുദ്ധമായ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിത്ലിഹി, നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ ഖുർആനിലെ ഒരു സൂറത്തിന് തുല്യമായ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവാ. നിങ്ങൾ എഴുതി തയ്യാറാക്കി നിർമ്മിച്ച് നിങ്ങൾ കൊണ്ടുവാ. വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഇതിന് സാക്ഷിയായി അല്ലെങ്കിൽ ഇതിന് സഹായിക്കാൻ ആരെയൊക്കെ കിട്ടുമോ അവരെയൊക്കെ നിങ്ങൾ വിളിച്ചോളി, നിങ്ങൾ സംഘടിച്ചോളി, നിങ്ങൾ അവരെയൊക്കെ നിങ്ങൾ കൂട്ടിക്കോളി. ഇൻ കുന്തും സാദിഖീൻ, സത്യനിഷേധികളെ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. നിങ്ങൾ പറയുന്നു പരിശുദ്ധമായ ഖുർആൻ ഇത് മനുഷ്യനിർമ്മിതമാണ്, അഥവാ മുഹമ്മദ് എഴുതി ഉണ്ടാക്കിയതാണ്.
രണ്ടാമത് നിങ്ങൾ പറയുന്നു ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ്, മുൻ വേദഗ്രന്ഥങ്ങളിൽ നിന്നും കോപ്പി അടിച്ചതാണെന്ന്. മൂന്നാമത് നിങ്ങൾ പറയുന്നു ഇത് പിശാചിന്റെ ജൽപ്പനങ്ങളാണെന്ന് പറഞ്ഞു. ഇത് സാത്താനിക് വേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ സൽമാൻ റുഷ്ദി ഒരു പുസ്തകം എഴുതിയല്ലോ. എന്നതുപോലെ നിങ്ങളിത് പിശാചിന്റെ ജൽപ്പനങ്ങളാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഇങ്ങനെയുള്ള വാദഗതികളൊക്കെ പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണ കാലഘട്ടത്തിലും അതിനുശേഷവും ഉണ്ടായിട്ടുണ്ട്. ഖുർആനിനെ വെല്ലുവിളിക്കുക. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെല്ലുവിളി അവരുടെ മുന്നിലേക്ക് ഉയർത്തിയത്. വളരെ സത്യസന്ധമായ ഒരു വെല്ലുവിളി. നിങ്ങൾ അങ്ങനെ എങ്ങനെയെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിച്ച് ഞാൻ കൊടുത്ത ഈ പരിശുദ്ധമായ ഖുർആൻ മൊത്തമൊന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. ഒരു സൂറത്ത്, 114 സൂറത്തുകളുണ്ട്. അതിൽ ഏതെങ്കിലും അതിന് തുല്യമായ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവാ. അത് കൊണ്ടുവാ എന്ന് മാത്രം പറയുകയാണ് ചെയ്തത്. വദഉ ശുഹദാഅക്കും, ലോകത്തിലുള്ള മുഴുവൻ പടപ്പുകളെയും നിങ്ങൾ കൂട്ടുപിടിച്ചോ, അതിന് നിങ്ങൾ സാക്ഷികളാക്കിക്കോ, നിങ്ങൾ സഹായികളാക്കിക്കോ. ആ കാലഘട്ടത്തിലെ ഫുസഹാക്കളോട് അഥവാ അന്നത്തെ സാഹിത്യകാരന്മാരോട് എന്ത് പറഞ്ഞാലും അറബി കൊണ്ടിട്ട്, അറബി കവിത കൊണ്ടിട്ട്, അറബി സാഹിത്യം കൊണ്ട് അമ്മാനമാടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത്. വലിയ സാഹിത്യ സാമ്രാട്ടുകളുടെ നടുവിലേക്കാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ലോകത്തിലെ മുഴുവൻ അറബി സാഹിത്യകാരന്മാരെയും കവികളെയും എന്ന് വേണ്ട, നിങ്ങൾക്ക് ആരെയൊക്കെ കിട്ടുമോ അവരെയൊക്കെ നിങ്ങൾ വിളിച്ചു. ഇങ്കൊന്നും സ്വാധിക്കും, നിങ്ങൾ പറയുന്ന ഈ വാദത്തിൽ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ, ഖുർആനിനെ എതിരിട്ടുകൊണ്ട്, ഖുർആനിനെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞുകൂടുകയാണ് എങ്കിൽ, വലം തഫ്അലു, നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ കഴിയുകയില്ല. ഖുർആൻ ഈ വാദം, ഈ വെല്ലുവിളി ഒരു ഭാഗത്തല്ല, ഒരിടത്തല്ല, വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ പല രീതിയിൽ അല്ലാഹു വെല്ലുവിളിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്. വലം തഫ്അലു, നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. നിങ്ങളിനി എത്ര ശ്രമിച്ചാലും വിശുദ്ധ ഖുർആനിന്റെ ആശയ സമ്പുഷ്ടമായ ഒരു വാചകം പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോ. ഖുർആനിനോട് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത്. ഖുർആനിൽ നിങ്ങൾ സംശയികളാക്കരുത്. ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ കളിക്കരുത്. നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോണം. എങ്ങനത്തെ നരകമാണെന്ന് അറിയാമോ? നാളെ നരകത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്, അഥവാ കത്തിക്കാൻ വേണ്ടി നാളെ നരകത്തിൽ ഉപയോഗിക്കുന്നത് പേപ്പർ കഷ്ണമോ പ്ലാസ്റ്റിക് കഷ്ണമോ ഒന്നും അല്ല കേട്ടോ. നരകത്തിൽ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 2 വസ്തുക്കളാണ്. ഒന്ന് മനുഷ്യന്മാരെയാണ്, 2 പാറകളെയാണ്. വിറകൊന്നുമല്ല. വിറകിന് പകരം ഉപയോഗിക്കുന്നത് പാറ കഷ്ണങ്ങൾ. രണ്ടാമത്തത് മനുഷ്യന്മാർ. ഇവരെയാണ് നാളെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോണം കേട്ടോ. അത് സത്യനിഷേധികൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സത്യനിഷേധികൾ. പരിശുദ്ധമായ ഖുർആൻ മുഴുവനും അള്ളാഹുവിന്റെ വചനമാണ്, പടച്ചവന്റെ സംസാരമാണ്. കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 സംവത്സര കാലഘട്ടം കൊണ്ടിട്ടാണ് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ വചനങ്ങളും അവതരിപ്പിച്ച് നൽകിയിട്ടുള്ളത്, ഇറക്കി കൊടുത്തിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് കാണാൻ കഴിയും. ഖുൽ, നബിയെ അവരോട് പറയൂ, നബിയെ ഫഅ്തു ബികിതാബിൻ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കിതാബ് അവർ കൊണ്ടുവരാൻ വേണ്ടി, ഒരു വേദഗ്രന്ഥം കൊണ്ടുവരാൻ വേണ്ടി അവരോട് പറയൂ നബിയെ. വീണ്ടും കൊണ്ട് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, മനുഷ്യന്മാരും ജിന്നുവർഗവും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനിന് തുല്യമായത് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി
അവരെല്ലാവരും ഒരുമിച്ചുകൂടി പരിശ്രമിച്ചാലും, ആരൊക്കെ? മനുഷ്യർ മാത്രമല്ല, ജിന്നുവർഗം കൂടി, ഭൂതവർഗം കൂടി ഒരുമിച്ചുകൂടി അവർ പരിശ്രമിച്ചാലും ലാ യഅ്തൂന ബിമിത്ലിഹി, ഖുർആൻ പറയുകയാണ്, ലാ യഅ്തൂന ബിമിത്ലിഹി, ഖുർആനിന് തുല്യം ഖുർആൻ, ഖുർആനിന് തുല്യമായിട്ടുള്ളത് ഖുർആൻ അല്ലാതെ വേറൊന്നുമില്ല. ഖുർആന് തുല്യമായതൊന്ന് അവർക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ദഹീറ, അവർ ചിലർ മറ്റരെ സഹായിച്ചിട്ടാണെങ്കിൽ പോലും, ഒരു വിഭാഗം മറുവിഭാഗത്തിന് സഹായിച്ചു കൊടുത്താൽ പോലും ഖുർആനിന് തുല്യമായതൊന്ന് അവർക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു പറഞ്ഞതാണ്. വീണ്ടും അല്ലാഹു പറയുന്നുണ്ട്, അം യഖൂലൂന ഇഫ്തറ, നബിയെ ഈ പരിശുദ്ധമായ ഖുർആൻ കെട്ടിച്ചമച്ചതാണ്, വ്യാജമാണ് എന്നവർ പറയുകയാണോ എങ്കിൽ അവരോട് വാദം പറ, അവരോട് പറ, ഫഖ്തു ബിസൂറത്തിൻ മിൻ മിത്ലിഹി വദഉ, ഫഖ്തു ബിസൂറത്തിൻ മിൻ മിത്ലിഹി, ഇതിന് തുല്യമായ ഒരു സൂറത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ. വദഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ, കഴിവാകുന്ന അത്രയും ആളുകളുടെ സഹായം തേടി അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ഒരു വലിയ സംഘമുണ്ടാക്കി, ഒരു യൂണിറ്റി ഉണ്ടാക്കി, എന്നിട്ട് അവർക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി പറയൂ നബിയെ. സുബ്ഹാനല്ലാഹ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരു ആയത്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി പറയാം. ഖുർആന് തുല്യമായത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇനി അതിന് കഴിയത്തില്ലെങ്കിൽ അതിനകത്തൊരു 10 സൂറത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അതിനും കഴിയത്തില്ല എങ്കിൽ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അതിനും കഴിയത്തില്ല എങ്കിൽ ഒരു ആയത്ത് ഖുർആനിലെ ആശയ സമ്പുഷ്ടമായ ഒരു ആയത്താണ്, പൂർണ്ണമായ ഒരു ആയത്താണ്. സൂറത്തുർ റഹ്മാനിലെ മുദ്ഹാമ്മതാൻ, ആശയ സമ്പുഷ്ടമായ ഒരു ഒറ്റ ആയത്താണ്. മുദ്ഹാമ്മതാൻ കണ്ടോ? ആ ഒരു ആയത്തെങ്കിലും അവരോട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന, മക്കയിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ അറിയപ്പെടുന്ന ലബീദ്, നാക്കെടുത്ത സാഹിത്യ വരുള്ളൂ, സംസാരിച്ചു തുടങ്ങിയാൽ സാഹിത്യ വരികയുള്ളൂ. അയാളോട് പോയിട്ട് അബൂജഹലും കൂട്ടരും എല്ലാവരും കൂടി പോകാൻ പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഖുർആനിന്റെ മക്കയിൽ വെച്ചിട്ട് ഒരു ആയത്ത് ഇറങ്ങിയാൽ ആ ആയത്ത് കഅബാലയത്തിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുമായിരുന്നു. വഹി എഴുതുന്ന ആളുകൾ, സഹാബാക്കൾ, ആ സഹാബാക്കൾ എന്ത് ചെയ്യുമായിരുന്നു? കഅബാലയത്തിൽ കൊണ്ടുപോയി എന്ത് ചെയ്യുമായിരുന്നു? അതിനെ പ്രദർശിപ്പിക്കുമായിരുന്നു, ആളുകൾ എല്ലാവർക്കും കാണാൻ വേണ്ടി. അപ്പൊ അങ്ങനെ സൂറത്തുൽ കൗസർ 3 ആയത്ത് ഉള്ള സൂറത്ത്, ചെറിയ സൂറത്ത്, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 3 ആയത്ത് ഉള്ള ഒരു സൂറത്ത്, ചെറിയ സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്ത്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ വലിയ അമ്പരപ്പായി കുഫാറുകളുടെ പാളയത്തിൽ. അങ്ങനെ ഈ ലബീദിനെ അവർ വിളിച്ചു. അയാൾ ഇസ്ലാം സലം സ്വീകരിച്ചിട്ടില്ല, മുസ്ലിം ആയിട്ടില്ല. ലബീദിനെ പോയി അവർ കണ്ടു. ആളുകളെല്ലാവരും കൂടെ, നേതാക്കന്മാരെല്ലാവരും കൂടെ പോയി കണ്ടിട്ട് പറഞ്ഞു, മുഹമ്മദ് വാദം ഉയർത്തിയിരിക്കുകയാണ്, വെല്ലുവിളിച്ചിരിക്കുകയാണ്, ആ വെല്ലുവിളി നീ ഏറ്റെടുക്കണം. സാധാരണ നമ്മുടെ മക്കയിലെ, നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ സാഹിത്യകാരനായി കണ്ടിരിക്കുന്നത് നീയാണ്, നിനക്കപ്പുറത്ത് വേറെ ആരും ഈ മക്കയിലില്ല. അപ്പൊ അതുകൊണ്ട് നീ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ഓ ശരി, ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ലബീദ് പറയില്ലേ, നാണക്കേടല്ല. ആളുകളെല്ലാം വലിയ സാഹിത്യകാരൻ എന്ന് പറയപ്പെടുന്ന ഒരു പട്ടമൊക്കെ ചാർത്തി കൊടുത്ത് ആളെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയല്ലേ. മൂപ്പർ ഒഴിഞ്ഞു മാറിയാൽ തോറ്റു എന്നല്ലേ അർത്ഥം. ശരി, ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. എങ്കിൽ ദാ ഇന്നലെ ഒരു സൂറത്ത് കൊണ്ടുവന്ന് കഅബയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അതിന് തുല്യമായത് ഒന്ന് നീ എഴുതണം എന്ന്, അവിടെ വെച്ച് നീ എഴുതണം എന്ന് പറഞ്ഞു. അബൂജഹൽ എന്ത് ചെയ്തു? മുഴുവൻ ആളുകളെയും അറിയിച്ചു, മുഴുവൻ കുഫാറുകളെയും കഅബാലയത്തിന്റെ ചാരത്ത് കൊണ്ടുവന്നു കൂട്ടി. ലബീദ് എഴുതാൻ തുടങ്ങി, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ആളുകൾ വലിയ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പുതിയ ഖുർആൻ വരാൻ പോവാണ്, പുതിയ സൂറത്ത് വരാൻ പോവുകയാണ്. ലബീദിന്റെ വകയായി
മുഹമ്മദിന്റെ പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ അതിന് തുല്യമായ മറ്റൊരു സൂറത്ത് വരാൻ പോവുകയാണ്. ആളുകളെല്ലാം വലിയ ജിജ്ഞാസയോടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോ നബീദ് ഇങ്ങനെ ഒന്ന് വായിച്ചു, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അദ്ദേഹം ഇങ്ങനെ വായിച്ചിട്ട് അതിന്റെ താഴെ അദ്ദേഹത്തിന്റെ വകയായിട്ട് അദ്ദേഹം എഴുതി, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന് എഴുതിയിട്ട് പറഞ്ഞു, മാ ഹാദാ ഖൗലുൽ ബശർ. ഇതൊരു മനുഷ്യന്റെ വർത്തമാനമല്ല, ഇതൊരു മനുഷ്യന്റെ സംസാരമല്ല എന്ന് ചുവടെ എഴുതി വെച്ചു. അതുപോലെ പകർത്തി എഴുതിയിട്ട് താഴെ അദ്ദേഹം എഴുതി, ഇതൊരു മനുഷ്യന്റെ വർത്തമാനമല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കുഫാർ നേതാക്കളെ മുഴുവനും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്, മുസ്ലിമാവുകയാണ്. അവിടെ വെച്ച് മുസ്ലിമാവുകയാണ്. കണ്ടോ, അയാൾക്ക് മുസ്ലിം ആകാനുള്ള അവസരം ആരൊരുക്കി കൊടുത്തു? അബൂജഹൽ തന്നെ വഴിയൊരുക്കി കൊടുത്തു. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ 4 വെല്ലുവിളികൾ നടത്തിയിട്ട്, ഒന്ന്, ഖുർആനിന് തുല്യമായതൊന്ന് കൊണ്ടുപോവാ കഴിയത്തില്ല. പോട്ടെ, ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു 10 സൂറത്തെങ്കിലും കൊണ്ടുപോവാ കഴിയത്തില്ല. മൂന്നാമത്തത് ഒരു സൂറത്തെങ്കിലും കൊണ്ടുപോവാ, അതാണ് ഇപ്പൊ സൂറത്തുൽ ബഖറ, ഫഅ്തൂബി സൂറത്തിൻ മിസ്ലി, ഖുർആനിന് തുല്യമായ ഒരു സൂറത്ത് കൊണ്ടുപോവാ മൂന്നാമത്തത്. നാലാമത്തത് ഒരു സൂറത്ത് വേണ്ട, ഒരു ആയത്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോവാ. ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുകയാണ്, ലോകത്ത് നിലനിൽക്കുകയാണ്. ഖുർആൻ നടത്തിയ 4 വെല്ലുവിളികൾ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അള്ളാഹു നിലനിർത്തിയിരിക്കുകയാണ്. ആരും ഇതേവരെ ധൈര്യപ്പെട്ടിട്ടില്ല. ധൈര്യപ്പെട്ട് വന്നവർ മുഴുവനും പരിശുദ്ധമായ ഖുർആനിന്റെ അനുയായികളായി മാറുകയാണ് ചെയ്തത്. കാരണം മാ ഹാദാ ഖൗലുൽ ബശർ, ഇതൊരു മനുഷ്യന്റെ വർത്തമാനമല്ല. രണ്ടാമത്തത് അള്ളാഹു സ്വർഗത്തെ പറ്റി പറഞ്ഞതാണ്. വബശ്ശിരിൽ ലദീന ആമനൂ, നബിയെ സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയെ, അവര് സന്തോഷിക്കട്ടെ. വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുക മാത്രമല്ല സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നബിയെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ സന്തോഷം? അവര് സന്തോഷിക്കട്ടെ, ഭൂമിയിൽ വെച്ച് തന്നെ അവര് സന്തോഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്, എനിക്ക് നാളെ ഞാൻ വിശ്വസിച്ചതിന്റെ പേരിൽ, സൽക്കർമ്മങ്ങൾ ചെയ്തതിന്റെ പേരിൽ എന്റെ റബ്ബ് എനിക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം ഓർത്ത് ചിന്തിച്ച് അവര് സന്തോഷിക്കട്ടെ നബിയെ. അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അടിഭാഗ സ്വർഗത്തെ എപ്പോ പറഞ്ഞാലും അല്ലാഹ് ഇങ്ങനെയാ പറയുക. സ്വർഗത്തെ പറ്റി എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ തജ്രി, നിങ്ങൾ ഖുർആൻ ഓതി നോക്കി ഖത്തം ഓതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ പോയിട്ട് അവിടെ വരുമ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ഇങ്ങനെയാ പറയുക സ്വർഗത്തെ പറ്റി പറയുമ്പോൾ. കൂടുതലും അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ, അതിമനോഹരമായ തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നു. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖാ, ആ തോട്ടങ്ങളിൽ നിന്ന് ഫലവർഗ്ഗങ്ങൾ ഭക്ഷണമായി അവർ ഭക്ഷിക്കുമ്പോഴെല്ലാം ഖാലൂ, ആ സ്വർഗവാസികൾ വിളിച്ചു പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഓ ഇത് നമ്മൾ നേരത്തെ തിന്നതാണല്ലോ, അഥവാ ദുനിയാവിൽ വെച്ച് നമ്മൾ തിന്ന പഴങ്ങളാണല്ലോ, നമ്മൾ ദുനിയാവിൽ വെച്ച് കഴിച്ചതാണല്ലോ. അവർക്ക് തോന്നും ഇത് ദുനിയാവിൽ വെച്ച് കഴിച്ചതാണല്ലോ എന്ന്. അല്ലാഹ് എന്താ പറഞ്ഞത്? ദുനിയാവിൽ വെച്ച് കഴിച്ച പഴത്തിന് രൂപത്തിലും പാപത്തിലും തൊലിയിലും കളറിലും സാദൃശ്യമായ നിലയിലുള്ള പഴവർഗ്ഗങ്ങളാണ് അള്ളാഹു അവിടെ നൽകുന്നത്. പക്ഷേ രുചി വ്യത്യാസമാണ്. കാണുമ്പോഴേ ഇത് പറയും, ആ ഇത് ആപ്പിൾ ഞാൻ എന്ത് കടയിൽ നിന്ന് വാങ്ങിച്ചു തിന്ന, അജിയണന്റെ കടയിൽ നിന്ന് ഞാൻ ആപ്പിൾ വാങ്ങിച്ചു തിന്നതാണല്ലോ എന്ന് പറയും. പക്ഷേ ഇവിടെ തിന്ന ആപ്പിളല്ല അവിടെ. സ്വർഗവാസികൾ പറയും അത്രേ,
സ്വർഗത്തിന്റെ ഫലങ്ങൾ കാണുമ്പോ ഖാലു ഹാദല്ലദീ റുസ്ഖനാ മിൻ ഖബൽ, ഇത് മുമ്പ് ഞങ്ങൾ തിന്നതാണല്ലോ, ഞങ്ങൾ ഭക്ഷിച്ചതാണല്ലോ, ഞങ്ങൾക്ക് ഭക്ഷണമായി കിട്ടിയതാണല്ലോ. പക്ഷെ അല്ലാഹ് പറഞ്ഞു വഖുതൂബി മുതശാബിഹാ, അല്ലാഹ് അതിന് സാദൃശ്യമായ പഴവർഗ്ഗങ്ങളാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്. വലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ, പരിശുദ്ധവതികളായ ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സ്വർഗത്തിൽ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് പരിശുദ്ധവതികളായ ഇണകളെ. മുതഹ്ഹറ എന്നാണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാതൊരു അഴുക്കോ മാലിന്യങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ഹൈദില്ല, മലമൂത്ര വിസർജനങ്ങളില്ല, തുപ്പലില്ല, മൂക്കളയില്ല, ഇന്ദ്രിയമില്ല, സന്താനം ജനിക്കലില്ല, ഗർഭിണിയാകലില്ല. സ്വർഗത്തിലെ സ്ത്രീകൾ ഇതൊന്നും അവർക്കില്ല. അതാണ് പരിശുദ്ധവതികൾ എന്ന് പറയുന്നത്. ഹൈദില്ല, മലമൂത്ര വിസർജനമില്ല, മൂക്കളയില്ല, കഫമോ തുപ്പലോ ഇല്ല, ഇന്ദ്രിയമില്ല, മനിയില്ല, വലത് സന്താനങ്ങൾ, ഗർഭിണിയാകുക എന്നൊരു പേടിയും വേണ്ട, സന്താനങ്ങളും ഇല്ല. ഇതൊന്നുമില്ലാത്ത പരിശുദ്ധവതികളായ ഇണകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നൽകുന്നത്. വലഹും ഫീഹാ അസ്വാജു മുതഹ്ഹറത്തുൻ, പരിശുദ്ധവതികളായ ഇണകൾ. വഹും ഫീഹാ ഖാലിദൂൻ, തലാഖ് ചൊല്ലി പോകുമെന്ന് പേടിക്കുകയും വേണ്ട. ഇടയ്ക്ക് വെച്ചിട്ടേ നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞിട്ട് വിട്ടുപിരിഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് പോകുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. അല്ലാഹ് പറയുകയാണ് വഹും ഫീഹാ ഖാലിദൂൻ, എന്നും കൂടെ തന്നെ ഉണ്ടാവും, എന്നും കൂടെ തന്നെ ഉണ്ടാവും. അവർ നിങ്ങളോടൊപ്പം ശാശ്വതമായ നിലയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും, ഖാലിദായിരിക്കും. സുബ്ഹാനല്ലാഹ്. ആർക്ക്? ആർക്ക്? ആമനു വഅമിലു സ്വാലിഹാത്ത്. ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അവർക്കാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.